4 ചതവുകളുണ്ട്. രാസപരിശോധനാ ഫലം കൂടി വന്നാലേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ. ഉമേഷ്, ഹൃദയധമനികളിൽ 75% ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൃദ്രോഗിയാണ്. ഈ പറഞ്ഞ ലിവർ സിറോസ് ഉണ്ട്, വൃക്കകളിൽ സിസ്റ്റ്, ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊന്നും രുദ്രാർജ 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ കോളിളക്കം, സോഷ്യൽ മീഡിയ ആക്കണ്ട, നമ്മുടെ കേരളക്കരയിൽ തന്നെ വളരെയധികം കോളിളക്കം ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു അല്ലേ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി എന്ന് പറയുന്നത്. എനിക്കറിഞ്ഞൂടാ, വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതുകൊണ്ട് മാത്രം വലിയൊരു ഒരു വർഗീയത അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടൊരു കേസായിരുന്നു അത്. ഓക്കെ, അപ്പം നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഞാൻ അതിൽ നമ്മുടെ രണ്ടാമത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ അതിൽ ഞാൻ ഈ വീഡിയോ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്നും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. രാസപരിശോധനാ ഫലം കൂടി വന്നാലേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ. ഉമേഷ്, ഹൃദയധമനികളിൽ 75% ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൃദ്രോഗിയാണ്. ഈ പറഞ്ഞ ലിവർ സിറോസ് ഉണ്ട്, വൃക്കകളിൽ സിസ്റ്റ്, ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊന്നും മരണകാരണം എന്താണ് എന്ന് കൃത്യമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടി വ്യക്തമാവുന്നുമില്ല. ഉമേഷ്, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം. സ്വാഭാവിക മരണമാണോ അല്ലയോ എന്ന് ഇപ്പോഴും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. പക്ഷേ ഈ 75% ഹൃദയധമനികളിലെ 75% ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു സാധാരണ വ്യക്തിക്കെല്ലാം മരണകാരണമാകാനുള്ള കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും പുറത്തുള്ള, അതായത് മറ്റു വിഷാംശങ്ങളോ മറ്റോ ഉള്ളിൽ ചെന്നാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നതിലേക്കുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഈ അസുഖങ്ങൾ അത് ഒരുപക്ഷെ മരണകാരണമാകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, രാസപരിശോധനാ ഫലം വരാതെ മരണകാരണം കൃത്യമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഹൃദയധമനികളിൽ 75% ബ്ലോക്ക്, ലിവർ സിറോസിസ്, വൃക്കകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ഒപ്പം കാലിൽ അൾസർ, മുഖത്തും തലയിലും 4 ചതവുകളുണ്ട്. പക്ഷേ ഈ 4 ചതവുകളും മരണകാരണമല്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. ഈ 4 ചതവുകളും മരണകാരണമാകാൻ സാധ്യതയില്ല എന്ന് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയൂ. ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവിട്ടതാണ്. അതിൽ അപ്പോൾ പറഞ്ഞത് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ തൊട്ട് പുറകെയായിട്ട്, അതായത് ഈ ന്യൂസ് പുറത്ത് വന്നതിന് ശേഷം, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തതിന് ശേഷം വളരെയധികം കോളിളക്കങ്ങളുണ്ടായി. ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് അതിൽ. ഇത് സ്വാഭാവിക മരണമാണെന്നും, എന്നാൽ ഇദ്ദേഹത്തിന് 70% ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മുഖത്തും മുറിവുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ അഡ്വക്കേറ്റും ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തി എന്ന് പറയുന്നൊരു ഒരാളും അതുപോലെ തന്നെ 2 മക്കളും അമ്മയൊക്കെയാണ് അതിൽ പങ്കെടുത്തത്. നമുക്ക് അവരെ ഒന്ന് ജസ്റ്റ് അവരെന്താണ് അതിൽ പറയുന്നതെന്ന് കണ്ടിട്ട് വരാം. ചാനലൊക്കെ വന്നെങ്കിലും ഇന്നാണ് കുടുംബത്തിന് ഇവിടുത്തെ SHO നെയ്യാറ്റിൻകര SHO കൈമാറിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതില് കേട്ടുകേൾവിയില്ലാത്ത വലിയ വാർത്തകൾ കേട്ടെങ്കിലും സ്വാഭാവിക മരണമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും അടുത്ത കെമിക്കൽ പരിശോധനയിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ സാധു കുടുംബം പറഞ്ഞ കാര്യങ്ങളാണ് സത്യമെന്ന് അതിൽ വന്നിരിക്കുന്നത്. രണ്ടാമത് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവരുടെ ഉപജീവന മാർഗമെന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പൊ പറയുന്നത്. പക്ഷെ അവരുടെ ഭക്തിമാർഗത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അവരുടെ ഉപജീവന മാർഗം ഇനി ആദ്യം അവർ 2 പശു ഉണ്ടായിരുന്നു, ഈ സാമ്പത്തിക ക്ലാശത്തിൽ അത് വിറ്റു. ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി 2 പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവരുടെ ഉപജീവന മാർഗം. 2019 ഇതൊരു ട്രസ്റ്റ് ആയിരുന്നു. ഇത് ഗോപസ്വാമി ഉണ്ടാക്കിയ ട്രസ്റ്റാണ്. അതിൽ തന്നെ പറയുന്നുണ്ട്, ഈ ട്രസ്റ്റിന്റെ വക സ്ഥലം, ആ കെട്ടിടം ഇതും കൈമാറ്റം ചെയ്യാനോ വായ്പ എടുക്കാനോ പാടില്ലെന്ന് ഗോപസ്വാമി ആ ട്രസ്റ്റിൽ 2019 തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സമാധി എന്നാണോ പറയുന്നത് അതോ മരണം എന്നാണോ പറയുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ പത്രപ്രവർത്തകരെ കുറിച്ച് അറിയാമല്ലോ, മാധ്യമപ്രവർത്തകരെ അറിയാമല്ലോ, അവര് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അഡ്വക്കേറ്റൊക്കെ കിടഞ്ഞു കിടന്ന് നമ്മൾ പറയാമല്ലോ, പരിശ്രമിച്ച് അതിന് മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഈ അഡ്വക്കേറ്റിന്റെ മറുപടി പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. സ്വാഭാവികമായിട്ടുള്ള
സമാധി സമയത്തുള്ള കാര്യങ്ങളാണ്. അതൊന്നും മരണകാരണമല്ല. പിന്നെ അടുത്തൊരു മരണകാരണമായിട്ട് നമുക്ക് ചിലപ്പോൾ അനുമാനിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും അകത്തൊരു എന്തെങ്കിലും പാർട്ടികൾ പോയിട്ടുണ്ടോ എന്നുള്ളത്. അതാണ് സ്റ്റൊമക്ക് കണ്ടെയ്ൻഡ് എ ഫ്യൂ ബ്ലാക്ക് ഗ്രാനുൾസ് മിക്സ്ഡ് വിത്ത് സോഫ്റ്റ് അൺഐഡന്റിഫൈബിൾ മെറ്റീരിയൽസ് ഹാവിംഗ് നോ അൺയൂഷ്വൽ സ്മെൽ. മെഡിക്കൽ എത്തിക്സ് പ്രകാരം അതിൽ സമാധി എന്നൊന്നല്ലല്ലോ, അതിന് മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ളതല്ലേ? അല്ല, സമാധി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സമാധി ആയിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത്. ആ സമാധി ഈ പോസ്റ്ററിൽ തന്നെയാണ്. അതിൽ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ, പുറമേ നിന്നൊരു ഫോഴ്സൊന്നും ഇല്ലാതെ സമാധി ആയിരുന്ന തന്നെയാണ് അദ്ദേഹത്തിന്റെ സമാധിയായിട്ടുള്ള മൃതദേഹം തിരികെ എടുത്തത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 4ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്. ആ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അല്ല, അതാണ് പറഞ്ഞത്. ഓൺ റിമൂവ് അവരിവിടെ ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ എങ്ങനെയാണോ ബോഡി ഇരുന്നത് അത് കണ്ടു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. തീർച്ചയായിട്ടും എങ്ങനെയാണോ ബോഡി ഇരുന്നത്. ഒരിക്കലും മെഡിക്കൽ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം എന്നല്ല, മെഡിക്കൽ എത്തിക്സ് പ്രകാരം അതിൽ സമാധി എന്നൊന്നില്ല. ഇല്ല അതാണ് നമ്മൾ പറയുന്നത്. അതിനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തിട്ട് ഓരോ ഭാഗം എടുത്തിട്ട് പറയുകയാണ് ഇത് സ്വാഭാവിക മരണമാണ്, ഇതിനകത്ത് അങ്ങനെയല്ല. അപ്പോൾ മരണം എന്ന പദം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകരിക്കുന്നത് മരണം എന്നല്ലേ പറഞ്ഞേക്കുന്നതല്ല, അല്ലേ സമാധി കുടുംബം പറഞ്ഞാൽ സത്യം, കുടുംബം പറഞ്ഞ സത്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിൽ ഒരുപാട് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ വാർത്താ സമ്മേളനം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അമ്മ എന്തൊക്കെയോ അബദ്ധങ്ങൾ വിളിച്ചു പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മക്കൾ രണ്ടുപേരും അതുപോലെ തന്നെ വേറൊരു വ്യക്തിയും കൂടെ നിന്നിട്ട് വേണ്ട എന്നിങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതും കൂടെ നോക്കാം. മകൻ എന്താ പറയാനുള്ളതെന്നും മകൻ പറയുന്നുണ്ട്, ഇതൊരു ഈ ക്ഷേത്രത്തിൽ നിന്നുണ്ടാകുന്ന ട്രസ്റ്റാണ്, ഈ ക്ഷേത്രമാർക്ക് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ സാധിക്കില്ല. അവർ പറയുന്നുണ്ട് അവരുടെ ഉപജീവന മാർഗ്ഗം ഒരു പശുക്കളാണെന്നും ഇതിൽ നിന്ന് അവരൊന്നും നേടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇതിൽ നിന്ന് എന്ത് കിട്ടിയാലും അത് ഒരിക്കലും അവരുടെ ജീവിത മാർഗ്ഗമായിട്ട് എടുക്കില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഇവർ മരണസമയത്ത് പറയുന്നുണ്ടായിരുന്നു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റും ഇതെന്നൊക്കെ. പക്ഷെ അതൊന്നും ഇപ്പം ചെയ്യുന്നില്ല എന്നും അത് ആ സമയത്തുണ്ടായ ഒരു ഇതിൽ പറഞ്ഞതാണെന്നും ഇത് അവരുടെ തന്നെ സ്വകാര്യമായിട്ട് തന്നെ വെക്കത്തേ ഉള്ളൂ എന്നൊക്കെയാണ് ഇപ്പം അമ്മ പറയുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അമ്മ പറയുന്നത് മാത്രമല്ല, അമ്മ അപ്പുറത്തുള്ളവർ പറയാൻ സമ്മതിക്കുന്നുമില്ല. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരിക്കലും ഒരു കൊതു കടിക്കാനാണ് ഞങ്ങൾ അനുവദിച്ചിട്ട്. അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കുന്ന ആളാണ്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. അത് എന്തോ ഈ ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം ഉയിര് തരുന്ന ഭഗവാനാണ്. ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഇഞ്ചുറീസിന്റെ തൊട്ട് താഴെ there was no injury to deeper structures including skeleton. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. there was സംഭവിച്ചു എന്നുള്ളതാണ്. ഈ ചതവുകൾ എങ്ങനെയാണ് സംഭവിച്ചത്? മരണകാരണമല്ലായിരിക്കും, പക്ഷെ ഇതെങ്ങനെയാണ് സംഭവിച്ചു എന്നുള്ളത്. അല്ല, അത് പറയുന്നു അങ്ങനെയൊന്നുമില്ല, കുറവില്ല, സുഖമായി നടക്കുമായിരുന്നു. പക്ഷേ ഈ ചതവുകൾ എങ്ങനെയാണ് മരണത്തിന് സംഭവിച്ചത്? അല്ല, there was no injury to deeper structures including skeleton. മുറിവുകളുണ്ടായിരുന്നു, ശരീരത്തിൽ മുറിപ്പാടുകളുണ്ടായിരുന്നു. അത് എവിടെയൊക്കെയാണെന്നുള്ളതും അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഏത് നൂറ്റാണ്ടിലാണ് ആളുകൾ താമസിക്കുന്നതെന്ന് അറിയാൻ വയ്യ കേട്ടോ. ഇതിൽ പറയുന്നുണ്ട് എൻ്റെ ആദ്യത്തെ ഈ നെയ്യാറ്റിൻകര ഗവൺമെൻറ് സഭയുടെ ആദ്യത്തെ വീഡിയോ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഞാൻ അതിൽ പറയുന്നുണ്ട് ഇദ്ദേഹം ഒരു കിടപ്പ് രോഗിയാണെന്ന് ഇതിൽ അയൽക്കാർ പറയുന്ന കാര്യം. ഈ അമ്മയുടെ വായിന്ന് അറിയാതെ അത് പോകുന്നുണ്ട്. കിടപ്പ് രോഗിയുടേതായ ഒരു തരത്തിലുള്ള ആവശ്യകതകളും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഈ കിടപ്പ് രോഗിയായ ഒരു വ്യക്തി വടി കുത്തിപ്പിടിച്ച് പോയി എന്ന് പറയുന്നത് മിസ്റ്റേക്കാണ്. അപ്പോൾ അപ്പുറത്ത് നിന്ന് ആൾ പറയുന്നുണ്ട് ഈ വടികുത്തിയല്ല, വടിയൊന്നും കുത്തുന്നില്ല, യാതൊരുവിധ കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ പോലെ ഒരു കൊതുക് പോലും കഴിക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല. പക്ഷേ ഈ മുറിവുകൾ അങ്ങനെ വന്നു ചോദിക്കുമ്പോൾ അത് കാലിൻ്റെ ബാക്കിൽ എന്തോ ഒരു മുറിവുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മുഖത്ത് എവിടെയൊക്കെ മുറിവ് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ 4ഓളം മുറിവൊക്കെ പറയുന്നുണ്ട്. അത് എങ്ങനെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വിറക് വെട്ട് തടിമുറിപ്പുകാരനായിരുന്നു, വിറക് കെട്ടുകാരനായിരുന്നു, പിന്നെന്താ അങ്ങനെയൊക്കെ വരും കൂലിപ്പണിയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ തടി തപ്പാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്തിരുന്നാലും ഇതിനകത്ത് ഒരുപാട് എന്തൊക്കെയോ മിസ്റ്റേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ആയാലും നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു വാർത്ത, ഒരു ന്യൂസ് ഫുള്ളായിട്ട് കവർ ചെയ്തൊരു ന്യൂസ് ഉണ്ട്, അതുകൂടെ ഒന്ന് കണ്ടിട്ട് നോക്കാം. എന്തായാലും ഈ പേരൻ്റ് പറഞ്ഞത് ഈ
വൈഫും മക്കളും പറഞ്ഞതും അതുപോലെ തന്നെ ഈ പ്രമുഖർ പറഞ്ഞതും ഒക്കെ നമ്മൾ കേട്ടല്ലോ. അതുപോലെ ഇപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ടർ പറയുന്നുണ്ട്. നമുക്ക് ആ ന്യൂസ് ഫുള്ളൊന്ന് കേട്ടിട്ട് വരാം. അപ്പൊ ഈ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതിന്റെ ഒരു ഫുൾ അവലോകനം കിട്ടുമല്ലോ. നമുക്ക് അതുകൂടെ വന്നു. ഗോപന് മുഖത്തും മൂക്കിലും തലയിലുമായി 4 ചതവുകളുണ്ട്. എന്നാൽ ഇത് മരണകാരണമായിട്ടല്ല. ഗോപന് നിരവധി അസുഖങ്ങൾ ഉണ്ടായിരുന്നു. രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം നിർവചിക്കാനാവൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം നെയ്യാറ്റിൻകര ഗോപന്റേത് സമാധിയെന്ന് ആവർത്തിച്ച് കുടുംബം രംഗത്തെത്തി. ഗോപന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ വാദം. ഈ ക്ഷേത്രത്തിന്റെ സമാധിയോടനുബന്ധിച്ച് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായെങ്കിലും ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി ഒരിക്കലും നമ്മുടെ നിത്യോപജീവന മാർഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല. അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് വെച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗം പണ്ടെങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം, നമ്മുടെ നിത്യോപജീവനമാവും. അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഒരു മാറ്റവും ഇല്ല, അധ്വാനിച്ച് തന്നെ ജീവിക്കും. ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ അതുപോലെ തന്നെ ഇതിനെ ആക്കും ഈ ഒരു ട്രസ്റ്റിനെ ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരാവകാശങ്ങളില്ല. ക്ഷേത്രനെ വിൽക്കാൻ പറ്റത്തില്ല. ഭഗവാന്റെ പൂജാതി കാര്യങ്ങൾ നിത്യവും ചെയ്തു മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതങ്ങനെ തന്നെ ഭക്തി മാർഗത്തിൽ പോകാൻ തന്നെ താല്പര്യം. അല്ലാതെ ഭഗവാന്റെ പണം എടുത്തിട്ട് ഒരിക്കലും ജീവിക്കേണ്ട ഒരു കാര്യമില്ല ഈ കുടുംബത്തിന്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനോട് പ്രതികരിച്ചില്ലേ കുടുംബം? സ്മൃതി, ഈ ബാലരാമപുരം ആറാലുമൂട് സ്വദേശി ഗോപന്റെ മരണത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് നിരവധി അസുഖങ്ങൾ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഇതിൽ കുടുംബം വീണ്ടും ആവർത്തിക്കുന്നത് ഇദ്ദേഹം സമാധിയാണെന്നുള്ള ആ ഒരു നിലപാടിൽ തന്നെയാണ് കുടുംബം ഉറച്ചു നിൽക്കുന്നത്. ഇതിൽ ഈ പോസ്റ്റ്മോർട്ടത്തിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ഈ മുഖത്തും ഈ തലയ്ക്ക് പുറകുവശത്തുമായി 4 ചതവുകൾ, 4 മുറിവുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആന്തരിക അല്ലെങ്കിൽ തലയോട്ടിക്കുള്ളിലേക്ക് ആ ഒരു മുറിവ് കടന്നു പോയിട്ടില്ല. മറ്റു പൊട്ടലുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കുടുംബം പറയുന്നത് അദ്ദേഹത്തിന് തലേ ദിവസം പോലും ഒരു വീഴ്ചയോ ഒന്നും തന്നെ സംഭവിച്ചില്ല. യാതൊരുവിധ മുറിവുകളും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ഉറച്ച നിലപാടിലാണ് കുടുംബം നിൽക്കുന്നത്. ഇതിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് ഗോപന്റെ ഭാര്യ സുലോചനയാണ്. ഇതിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രായാധിക്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാഴ്ച സംബന്ധിച്ച് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വടി കുത്തിയാണ് അദ്ദേഹം ക്ഷേത്രത്തിലടക്കം തലേ ദിവസത്തിൽ ക്ഷേത്രത്തിലടക്കം വന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് തീർത്ഥാടന കേന്ദ്രമാക്കുമെന്നുള്ളത് അന്നത്തെ ഒരു വികാരത്തിൽ പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത് ഇന്നിപ്പോൾ കുടുംബം പറയുന്നു. ഇത് ആ കുടുംബത്തിന്റെ മാത്രം സ്വകാര്യപരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിൽ ഈ സമാധിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം യാതൊന്നും തന്നെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. മുൻപ് തന്നെ ഇവർ പശുക്കൾ വളർത്തിയാണ് ഉപജീവന മാർഗം കഴിച്ചു പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പശുക്കൾ ഇപ്പോൾ നിലവിൽ 2 പശുക്കളുണ്ട്. 2 പശുക്കൾ കൂടി ഈ MP ആയിട്ടുള്ള സുരേഷ് ഗോപി വാങ്ങി നൽകുമെന്നുള്ളൊരു ഉറപ്പ് കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ കുടുംബം വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും ഈ BSDPയുടെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഈ 21ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരാൾ സമാധിയായെന്നും കിടന്ന ഒരു വ്യക്തി, ഇത്രയും കാഴ്ചപ്പാടുള്ള വ്യക്തി, ആ സമയത്ത് ഒരുപാട് ഇതുണ്ടായിരുന്നു, ചോദ്യങ്ങളുണ്ടായിരുന്നു. സമാധിയാകാൻ പോകുന്ന ആൾ മരിക്കുന്നതിന് മുമ്പായിട്ട് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഗുളിക കഴിച്ചിട്ടാണ് പോയെന്ന്. ഞാൻ എന്തായാലും മരിക്കാൻ പോകുന്ന ആൾ പിന്നെ എന്ന് പറയില്ല, മഴ നനയാൻ പോകുന്ന ആൾ കുട കൊണ്ടുപോകുമെന്ന് പറയുന്നത്, നമുക്ക് കുളിക്കാൻ പോകുന്ന ആൾ കുട കൊണ്ടുപോകും, അങ്ങനെ എന്തൊക്കെ ഒരു ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്തായാലും താൻ മരിക്കാൻ പെടാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഈ മരുന്ന് കഴിച്ചിട്ട് പോകുമോ? ഓക്കെ, അത് 1ാമത്തെ ക്വസ്റ്റ്യൻ, ആ ടൈമിലെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 2ാമത്തെ ക്വസ്റ്റ്യൻ, മഹാസമാധിയൊക്കെ നടത്തിയിട്ട് ഒന്ന് തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതാണ്. അപ്പോൾ അത് മാറ്റി ഇല്ല ഞങ്ങൾ സ്വകാര്യമാക്കി മാറ്റുന്നതാണ്. അത് പോട്ടെ, അതൊരു ഇത്. അതുപോലെ തന്നെ ഈ അമ്മ പലതും പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പുറത്ത് നിന്ന് മക്കൾ രണ്ടുപേരും ഇങ്ങനെ തടയുന്നത്. എന്തിനാണ് തടയുന്നത്? അവരുടെ വായിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ വീഴുമോ എന്ന് ഇവർ ഭയക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഇവരെ ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ കൃത്യമായുള്ള മറുപടികൾ കിട്ടും കേട്ടോ. അമ്മയാണെന്നുണ്ടെങ്കിൽ എന്ത് ചോദിച്ചാലും പറയും, പെട്ടെന്ന് പറയും. കാര്യം അവർ പഠിപ്പിച്ച് വെച്ചേക്കില്ല. ദൃശ്യ സിനിമയ്ക്കകത്ത് മോഹൻലാൽ മീനയ്ക്കും മക്കൾക്കും പറഞ്ഞു കൊടുക്കുന്ന പോലെ പഠിപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ. അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അവർക്ക് ഒരു കണ്ടിന്യൂഷൻ ഇല്ല. അത് വീണ്ടും ഇങ്ങനെ പറഞ്ഞ് പഠിച്ച കാര്യങ്ങൾ മാത്രം അവരിങ്ങനെ ഇത് വെക്കുകയാണ്. അല്ലാതെ അവർക്ക് പുതുതായിട്ടൊന്നും പറയാനായിട്ട് അറിയുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം സുരേഷ് ഗോപി ഇവർക്ക് ഉപജീവന മാർഗത്തിനായിട്ടുള്ള പശുവിനെ വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ ഉള്ള ഇത് വന്നെന്നൊക്കെയുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതൊരു വർഗീയതയിലേക്ക് പോകാതെ എത്രയും പെട്ടെന്ന് ഈ ഒരു ഇൻസിഡൻറ്റ് അവസാനിക്കാമെന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാര്യം രാസപരിശോധനാ ഫലം കിട്ടിയതിന് ശേഷം മാത്രമേ ഇതെന്താണ് ഫുള്ള് മൊത്തത്തിൽ സംഭവിച്ചെന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പം എന്തായാലും സമാധി ഗോപൻ ഒരു വലിയ വിഷയമായി മാറി. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് ചാകര കൊടുക്കുകയാണ് ഓരോ ദിവസവും.
നെയ്യാറ്റിക്കര ഗോപൻ സ്വാമി. അവർ പറയുന്ന കാര്യം പറഞ്ഞല്ലോ, എന്താ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു രൂപ, പക്ഷേ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവരാണോ കേരളത്തിലെ ജനങ്ങൾ? ഈ ഒരു സമാധി വിശ്വസിച്ച് അവിടെ പ്രാർത്ഥിക്കാനും തൊഴാനും ആളുകൾ വരുമോ? എനിക്കറിയില്ല. എന്തായാലും അവരുടെ അടുത്തൊരു കച്ചവട തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെടുക്കില്ല, അത് ട്രസ്റ്റാണ്, ഞങ്ങൾക്കിത് മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല, ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് കാണിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമില്ലായിരിക്കില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പുറത്ത് നേരത്തെ വന്ന റിപ്പോർട്ടിന് പുറകെ പെട്ടെന്നൊരു പത്രസമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടുക, ഓക്കെ, അതെല്ലാം എന്തൊക്കെയോ ഒരു ഗൂഢ നീക്കങ്ങളുടെ ഫലമാണ്. എന്നിരുന്നാലും എന്തായാലും നമുക്ക് രാസപരിശോധനാ ഫലം വരുമ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. എന്തായാലും ഈ അമ്മയെ ഒന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കൃത്യത്തിലുള്ള കാര്യങ്ങൾക്കും ഉത്തരം കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും പുതിയൊരു വീഡിയോ ആയി കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, ബൈ ബൈ.